ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രയാസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്, എന്ത് അവിവേകമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് ബാബരി മസ്ജിദിൻ്റെ ഈ വിധി വന്നതിന് ശേഷം ഇത്രയും പക്വമായൊരു നിലപാടെടുത്തൊരു സമൂഹം വേറെ ആരുള്ളത്? താജ്മഹലിനെ തേജോ മഹാലായിട്ട് കാണുന്നു, കുത്തബ് മിനാറിനെ വിഷ്ണു സ്തംഭമായി കാണുന്നു. ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ ഒരു ലിസ്റ്റ് ഇത് എവിടെ? അത് റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമങ്ങൾ, നേഷണൽ ഷെയിം എന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിക്കൊണ്ട് ഈ മന്ദിരത്തിൻ്റെ, നമുക്കറിയാം ബാബരി മസ്ജിദും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം, അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് മറ്റൊരു വിഷയം കൂടി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വരുന്നത്. ഗ്യാൻവാപ്പി മസ്ജിദ്, അത് ഹിന്ദു വിഭാഗത്തിന് ആരാധനയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസമാണ് വരുന്നത്. മസ്ജിദിന് താഴെയുള്ള നിലവറയുടെ ഭാഗത്ത് ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താനുള്ള അനുമതിയാണ് വാരാണസി ജില്ലാ കോടതി നൽകിയിട്ടുള്ളത്. 4 സ്ത്രീകൾ നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അലഹാബാദ് ഹൈക്കോടതി കുറച്ച് മുമ്പ് നടത്തിയ വിധി നമുക്കറിയാം. നമ്മുടെ ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താനുള്ള അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടന്നു വരുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ബാബരി കഴിഞ്ഞ് ഗ്യാൻവാപ്പി കഴിഞ്ഞ് ഈ ഒരു ലിസ്റ്റിങ് നീണ്ടു പോവുകയാണ്. ഈ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ അവസാനിക്കുന്ന ഒന്നാണോ എന്നാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഇതുമായി കൂട്ടി വായിക്കാനുള്ളൊരു കാര്യം, താജ്മഹലിനെ തേജോ മഹാലായിട്ട് കാണുന്നു, കുത്തബ് മിനാറിനെ വിഷ്ണു സ്തംഭമായി കാണുന്നു. ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ ഒരു ലിസ്റ്റ് ഇത് എവിടെയാണ് അവസാനിക്കുക എന്നാണ് ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഹമീദ് മാഷ്, ഒരു കാര്യം അവസാനിക്കണമെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴാണല്ലോ വേണ്ടത്. പക്ഷെ നമ്മൾ ഈ ഒരു 30 വർഷത്തെ ബാബരി മസ്ജിദിൻ്റെ, പ്രത്യേകിച്ചും ആ ഒരു 86 അതിൻ്റെ പൂട്ടുപൊളിച്ച് അല്ലെങ്കിൽ തുറന്നു കൊടുക്കപ്പെടുന്ന ഒരു സമയം തൊട്ട് ഇതുവരെയുള്ളൊരു 30-35 വർഷത്തെ ഒരു ചരിത്രം നമുക്ക് നോക്കിയാൽ ഒരു പരിണാമത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ കാണാൻ പറ്റുന്നത്. പല മേഖലകളിൽ നടന്ന ഒരു പരിണാമത്തിൻ്റെ ഒരു ചരിത്രം. കാരണം അത് പറയുന്നത് വെച്ചാൽ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് അവസാനിക്കുകയാണോ അതോ തുടരാൻ പോവുകയാണോ എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തത് ഞാൻ പറയുന്ന നീതി ന്യായ വ്യവസ്ഥയുടെ ഒരു പരിണാമമാണ്. കാരണം ഒരു കേസ്, അതായത് നേരത്തെ ഇപ്പോൾ ബാബരി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പീൽ അല്ലെങ്കിൽ ഒരു പ്ലീ അവിടെ മുൻപിലെത്തുന്ന സമയത്ത് അതിൽ വിധി പറയാതെ അനേക വർഷങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് കോടതികൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിലേക്ക് പെട്ടെന്ന് അത് ഒരു വിധിയായിട്ട് എത്തിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇതുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഇത് ചെല്ലുന്നു. അത് ചെല്ലുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കോടതി ആ വിഷയത്തിലൊരു വിധി പ്രഖ്യാപിക്കുന്നു. അത് 1991 ഈ കട്ട് ഓഫിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം മുൻപിലുണ്ട്. അത് കോടതികൾക്കും നിയമവ്യവസ്ഥയ്ക്കൊക്കെ ബാധകമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ അവഗണിച്ചുകൊണ്ട് കോടതി പെട്ടെന്നൊരു വിധി പ്രഖ്യാപിക്കുന്നു. അതിന് മേൽക്കോടതികളൊക്കെ ശരിവെക്കുന്നു. പോലീസിൻ്റെ സംരക്ഷണത്തോടെ ഒരു 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഈ വിധി നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു നീതിന്യായ വ്യവസ്ഥ ഈ വിഷയത്തിൽ പെരുമാറിയത്, അതിൽ നിന്ന് ബഹുദൂരം മാറിക്കൊണ്ട് അല്ലെങ്കിൽ പരിണമിച്ചുകൊണ്ടുള്ളൊരു നീതിന്യായ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് തോന്നുന്നത് നമ്മൾ നിഷ്പക്ഷരെന്നോ അല്ലെങ്കിൽ സെക്യുലറിസ്റ്റുകളെന്നോ ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിനകത്തൊന്നും താല്പര്യമില്ല എന്ന് പൊതുവെ സ്വയം മാറി നിന്നിരുന്നവരൊക്കെ ആയിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇതിൻ്റെ വക്താക്കളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിനാണ്. പരസ്യമായി ഇതിനു വേണ്ടി രംഗത്ത് വരുന്നതിന് മടിയില്ലാത്ത രൂപത്തിൽ. ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ ദൈവമായി പറയപ്പെട്ടിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവർ, അമിതാഭ് ബച്ചനൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിക്കറ്റ് പ്ലെയേഴ്സ്, രാഷ്ട്രീയക്കാർ, മറ്റ് പൊതുരംഗത്തുള്ളവർ, ഇങ്ങനെ പലരും കോൺഗ്രസ്സിനകത്ത് നിന്ന് പോലും ചിലരൊക്കെ എന്താ വെച്ചാൽ അതിന് അനുകൂലമായി സംസാരിക്കുന്ന അത്തരത്തിൽ നമ്മൾ ഈ ഒരു സമൂഹത്തെ നിയന്ത്രിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ കഴിവുള്ള വലിയൊരു വിഭാഗം ഈ ചിന്താധാരയോട് അടുക്കുകയും അതിൻ്റെ വക്താക്കളായി പരിണമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മൂന്നാമത്തത് എനിക്ക് തോന്നുന്നത് ഈ പൊതുബോധത്തെ ഇവരേതാണ്ട് ഒരു 75% മാറ്റിയെടുത്തിട്ടുണ്ട്.
കാരണം BJP ഒക്കെ ഈ ആശയങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന നമുക്കറിയാം, ഗാന്ധിജിയെ കൊന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്ന നിലയിൽ അതിനോടൊരു തരം ജുഗുപ്സാവഹമായ രീതിയിലാണ് അവരുടെ എല്ലാ ആശയങ്ങളെയും കണ്ടിരുന്നത്. മാത്രമല്ല അവർ പറയുന്നത് സത്യമല്ല എന്നാണ് അന്നൊക്കെ പൊതുസമൂഹം കരുതിയിരുന്നത്. പലപ്പോഴും കാപഢ്യമാണ് എന്ത് അനീതിയാണ് എന്ന് തന്നെയാണ് തീരുന്നത്. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് ഒരു പൊതുസമ്മതി, ഒരു സ്വീകാര്യത, ഇപ്പം പറയുന്നത് പണ്ട് പറഞ്ഞതിനേക്കാളും എത്രയോ വലിയ കളവുകളാണെങ്കിൽ പോലും അത് ദിവസങ്ങൾക്കകം പലപ്പോഴും തെളിയിക്കപ്പെട്ടാൽ പോലും പിന്നെയും പറയുന്ന ഇത്തരം കാപഢ്യങ്ങൾ, അനീതികൾ, ഇതൊക്കെ സാമാന്യവൽക്കരിക്കപ്പെടുകയോ ഇതിനെയൊക്കെ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹ മനസ്സ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരകൾക്ക് കിട്ടേണ്ട നീതി അത് അത്രക്കൊന്നും ഇല്ല എന്ന് വാദിക്കാൻ പറ്റുന്ന, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ പീഡനങ്ങൾ ലഘൂകരിച്ച് കാണിക്കുന്ന ഈ രീതിയിലുള്ളൊരു സാമൂഹ്യ മനസ്സ്, അല്ലെങ്കിൽ ഈ മൃഗീയതയോട്, ഈ കാപഢ്യങ്ങളോട്, അനീതിയോടൊക്കെ തുല്യപ്പെടാവുന്ന ഒരു മനസ്സ് ഇന്ത്യയിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ പൂർണ്ണമായി എല്ലാവരും മാറിയെന്ന അർത്ഥമല്ല പറയുന്നത്, പക്ഷേ പൊതുസമൂഹത്തെ അത്തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഈ വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തൊന്ന് മാധ്യമങ്ങളുടെ ഒരു പരിണാമമാണ്. ഒറ്റ ഇൻഡിക്കേഷനേ ആവശ്യമുള്ളൂ. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അത് റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമങ്ങൾ, നേഷണൽ ഷെയിം എന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിക്കൊണ്ട് ഈ മന്ദിരത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങിനെ അവർ ഹൈലൈറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ആ ചടങ്ങൊന്നുമല്ല വിഷയം, പക്ഷേ ഒരു യാഥാർത്ഥ്യം 35 വർഷം കൊണ്ട് മാറിയിട്ടില്ല. യാഥാർത്ഥ്യം എന്താണ്? അവിടെ നടന്ന കാര്യം അന്നവർ പറഞ്ഞു, അതെന്താണ്? അനീതിയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരെ ഉണ്ടായ മൃഗീയമായിട്ടുള്ള ആക്രമണമാണ്. ഇതൊക്കെ പറഞ്ഞൊരു പത്രങ്ങളെ സംബന്ധിച്ചോളം, മാധ്യമങ്ങളെ സംബന്ധിച്ചോളം വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു വർഷങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു മാറ്റം വിധേയമാണ്. ഇതിനൊപ്പം തന്നെ നമുക്കറിയാം, ചില കണക്കുകളനുസരിച്ച് 10,000-20,000 ഒക്കെ ആക്റ്റീവായിട്ടുള്ള മീഡിയ സപ്പോർട്ടിംഗ് ചാനലുകൾ എന്തുണ്ട് BJP സംബന്ധിച്ചോളമുണ്ട്. ഈ അടുത്ത ദിവസം നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പരകാല പ്രഭാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 3 വർഷത്തിനുള്ള, ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളൊരു പരാമർശമാണ്, 2017 മുതൽ 2020 വരെ 17,000-ഓളം ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുക ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതൊക്കെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്ന. അപ്പോൾ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയെ ഏതാണ്ട് പൂർണ്ണമായിട്ട് അവരുടെ വശത്താക്കുകയോ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ക്രിറ്റിസിസത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം, ഇപ്പം നേരത്തെ നമുക്ക് ഈ മീഡിയ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൊന്നും BJPയുടെ ഒരു വക്താവൊന്നും അങ്ങനെ വല്ലാണ്ടുണ്ടാവില്ല. ഇപ്പോൾ 2 വക്താക്കളുണ്ടാവും ഏറ്റവും ചുരുങ്ങിയാൽ. ഒന്ന് BJPയുടെ ഒരു വക്താവുണ്ടാവും, പിന്നെ ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ ഉണ്ടാവും, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനായിരിക്കും. അപ്പോൾ ഇങ്ങനെ അവർക്ക് കൂടുതൽ സ്പേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന, അവരുടെ വാദങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അത് വോയിസ് ചെയ്യുന്നതിലേക്ക് മീഡിയകൾ മാറിക്കഴിഞ്ഞുള്ളത്. 5-മത്തിന് വെച്ചൊരു അന്താരാഷ്ട്ര സമൂഹത്തിന് വന്നൊരു മാറ്റമാണ്. അതിനൊരു ഇൻഡിക്കേറ്റർ മതി. നമുക്കറിയാം, മോദി അധികാരത്തിൽ വരുന്നതിൻ്റെ 1 വർഷമോ 1.5 വർഷമോ മുൻപാണ് മോദിക്ക് അമേരിക്കൻ ഭരണകൂടം വിസ നിഷേധിക്കുന്നത്. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ വരുന്നു, വളരെ എന്താ പറയുക, ഒരു പ്രതികാരം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പിന്നീട് അമേരിക്ക എന്ത് ചെയ്യുന്നു, സന്ദർശിക്കുന്നു. അത് പൊടുവിൽ നമ്മുടെ ഓസ്ട്രേലിയൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്, മോദി ഈസ് ബോസ് എന്ന രീതിയിൽ പറയിപ്പിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കച്ചവട സമൂഹത്തിൻ്റെ കച്ചവട കണ്ണുകൾ എങ്ങനെയാണോ എല്ലാ അനീതിയെയും ന്യായീകരിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹവും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണിച്ചു തരുന്നത്. BBC ഈ റിപ്പോർട്ട് ചെയ്തതിനെതിരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരംഗം വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതായത് മറ്റേ പള്ളി പൊളിച്ച സ്ഥലത്താണ് മന്ദിരം പണിതതെന്ന് പറഞ്ഞതിന് ബ്രിട്ടീഷ് പാർലമെൻറ്ററിന് എന്ത് ചെയ്തു, എതിർത്തു. അങ്ങനെയൊന്നും ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പാടില്ല എന്നാണ്. 6-മത്തെ എന്താ വെച്ചാൽ, ഇതിലെ ഇരകൾക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമമാണ്. അത് നമുക്കറിയാം. ഇപ്പോൾ ഇരകൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല യഥാർത്ഥത്തിലുള്ളത്.
അപ്പോൾ അതിലെ ചില സമൂഹങ്ങളിൽ അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ സംരക്ഷിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വിദേശ പണം നിലക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണങ്ങൾ വരാതിരിക്കാനോ ഒക്കെ ആയിരിക്കാം. എന്തായാലും ആ നിലയ്ക്ക് പിന്നെ ഇവിടെ ആരാണോ ഇരകളായി അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി ആക്രമിക്കപ്പെടുന്നത് അവർക്കെതിരെ ഈ പറയുന്ന ശത്രുവിനോടൊപ്പം നിന്നുകൊണ്ട് പോരാടാൻ പ്രചരണങ്ങൾ നടത്താനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ഉള്ളൊരു പരിണാമം സമൂഹത്തിലുണ്ടാകുന്നു. ഈ ഇരകളിൽപ്പെട്ട ആളുകൾ തന്നെ ഒന്നുകിൽ അവരുടെ കാപട്യം വെളിപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാം, ഇതിനോടൊപ്പം നിൽക്കുന്നുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയായിരിക്കാം ആ രീതിയിലൊരു വിഭാഗം. അതൊന്നും നമുക്കൊരു 10-30 വർഷം മുമ്പ് ചിന്തിക്കാനേ കഴിയാത്ത അങ്ങനത്തെ ഒരു വ്യക്തിയെ നമുക്ക് സമൂഹത്തിൽ കണ്ടുമുട്ടാൻ പോലും പറ്റില്ല. ഇന്നിപ്പോൾ അത് ചിലപ്പോൾ തങ്ങന്മാരായിരിക്കാം, അല്ലെങ്കിൽ തൊപ്പിട്ടവരായിരിക്കാം, ഒക്കെ ആയിരിക്കാം. ഈ രീതിയിലൊരു പരിണാമമാണ്. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അത്തരം സാന്നിധ്യങ്ങളോ വരെ ഒരു പാസിഫിക്കേഷൻ തിയറിയിലേക്ക് പോയി എന്നുള്ളതാണ്. നിങ്ങൾ സമാധാനപ്പെടി, അതൊരു പ്രത്യേകതരം സമാധാനം. നേരത്തെ നമ്മൾ സമാധാനിപ്പിച്ചു, പക്ഷേ ഇപ്പം അതിൻ്റെ ടോൺ എന്ത് ചെയ്തു മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പരിണാമം സംഭവിച്ചു കഴിഞ്ഞ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ നമ്മുടെ ഒരു റിച്ചാർഡ് ഹാർലാൻഡിൻ്റെ ഒരു പുസ്തകമുണ്ട്. എങ്ങനെയാണ് 1930s ഈ ജർമ്മൻ ജനതയെ മെല്ലെ മെല്ലെ ഈ ഒരു ഫാഷിസത്തിന് അനുകൂലമാക്കിയെടുത്തത് എന്നുള്ളത് വലിയൊരു പഠനമാണത്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സമൂഹവും അത്തരം കുറച്ചുകൂടെ കാലമെടുത്തുകൊണ്ടാണെങ്കിലും ഒരു പരിണാമത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് അത്ര തന്നെ ശ്രമകരമാണ്. എന്നാൽ ഒരിക്കലും അത് അപ്രാപ്യമല്ല. കാരണം ഇപ്പോഴും നമ്മൾക്ക് കാണാവുന്ന വെള്ളി വെളിച്ചങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ധാരാളം ആളുകൾ ഇതിനെതിരെ എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരാൻ തയ്യാറാവുന്നുണ്ട്. ഇതാണ് നമ്മളൊരു സമകാലിക അവസ്ഥ എന്ന് പറയുന്നത്. ബാബരിയും ഗ്യാൻവാപ്പിയും ഒക്കെ ഒരു തുടർക്കഥകളായിട്ട് പോകുമ്പോൾ ഇതൊരു വളരെ ടാർഗറ്റഡ് ആയി പറഞ്ഞ പല ഘടകങ്ങളും അല്ല, പള്ളി എന്ന് പറയുന്ന ഒരു പ്രതീകം മാത്രമാണ്. അതല്ല യഥാർത്ഥത്തിൽ. അല്ല, പള്ളി വളരെ ഫോക്കസ്ഡ് ആയി നടത്തുന്ന ഒരു ഉദാഹരണമാണ്. മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പറഞ്ഞ അയോധ്യ ബാബരി സിർഫ് ജാൻകി ഹെ, കാശി മധുര അബ് ബാക്കി ഹെ എന്ന്. അതായത് ബാബരി തകർത്തത് ഒരു തുടക്കം മാത്രമാണ്. ഇതിന് ശേഷം ഇനി കാശിയിലെ പിന്നെ ഗ്യാൻവാപ്പിയും അതുപോലെ തന്നെ മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദൊക്കെ തുടർച്ചയായി വരുന്നുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ ഹിന്ദുത്വ ഭീകരവാദികൾ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊരു തുടർച്ചയായിട്ട് പോകുന്ന ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ ടാർഗറ്റഡ് ആയിക്കോട്ട് ഒരു കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ മറുവശം എന്താണ് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാൻ? അതിൻ്റെ പരിഹാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ അമീത് മാഷ് ഇതിൻ്റെ ഒരു പരിണാമങ്ങൾ പറഞ്ഞല്ലോ. അതായത് 92-ലാണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. അത് മുതൽ ഇതുവരെ ഏകദേശം 31 വർഷം കഴിഞ്ഞു. ഇതുവരെയുള്ള ഓരോ മേഖലയിലും സംഭവിച്ച പരിണാമങ്ങൾ ഇപ്പോൾ മാഷോടെ പറഞ്ഞു. ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ബാബരി മസ്ജിദ് പൊളിയുന്ന കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്നൊരു ട്രെൻഡാണ്. അതിനെ ശരിക്കും മാഷ് പറഞ്ഞപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ഓർമ്മ വന്നു. അതെ, നമുക്കൊക്കെ പ്രായം നോക്കുകയാണെങ്കിൽ അന്ന് ഒരു പ്രായപൂർത്തിയാവുന്ന സമയമാണ്. ഒരു 18 വയസ്സ് തികയുന്ന, പത്രം വായിക്കുന്ന, കുറച്ചൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സമയത്താണ് ബാബരി മസ്ജിദ് എന്ത് ചെയ്യുന്നത്, പൊളിയുന്നതും ആ സമയത്ത് വാർത്തകളിലൊക്കെ അത് വളരെ വലിയ രീതിയിൽ വരുന്നതും. അന്ന് എല്ലാ പത്രങ്ങളും, പ്രത്യേകിച്ച് മലയാള പത്രങ്ങളൊക്കെ, എല്ലാ പത്രങ്ങളും എഡിറ്റോറിയലിൽ വളരെ വലിയ സങ്കടവും നിരാശയും മതേതരത്വത്തിനേറ്റ കളങ്കം, അപമാനം എന്നൊക്കെ പറഞ്ഞ് അത് കുറേ ദിവസങ്ങളോളം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യവും ഒരു 31 വർഷം പിന്നിടുമ്പോൾ അതേ മാധ്യമങ്ങൾ തന്നെ ആ പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ അതിനോട് സ്വീകരിച്ച നയവും സമീപനവും നമുക്ക് കണ്ടാൽ തന്നെ നമ്മുടെ നാടിൻ്റെ മാറ്റം അറിയാം. മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ അവരിവിടുത്തെ വായനക്കാരെയും ഇവിടുത്തെ പരസ്യക്കാരെയും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സമീപനങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് തന്നെയാണ് അവർ നിൽക്കുക. സ്വന്തം നിലനിൽപ്പ് തന്നെയാണ്. അപ്പോൾ സമൂഹം മാറുന്നു എന്നത് മാധ്യമങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ സെലിബ്രിറ്റികളായിരുന്നാലും വേറെ ആരായിരുന്നാലും ഒക്കെ സമൂഹത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് അവരും നിന്നു കൊടുക്കുക. പണ്ട് 31 വർഷം മുമ്പ് ഇത് പൊളിയുന്ന സമയത്ത് അങ്ങനെയല്ല. ആ സമയത്ത് ഉറച്ച മതേതരത്വ ബോധവും ഇത്തരം ചെറിയ മുകളങ്ങൾ പോലും ഉണ്ടാവുമ്പോൾ അതിനെ വളരെ ഭീതിയോടുകൂടി കാണുന്ന, അതിനെ വളരെ
അത് നമ്മുടെ രാജ്യത്ത് ഒരിക്കലും മുളക്കാൻ പാടില്ലാത്തതാണ് അത്തരം വിഷവൃക്ഷങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ രണ്ട് നിലക്ക് വീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ആശങ്ക, അതേപോലെ തന്നെ ഭയം, അങ്ങനെ ഒരു നിസ്സംഗമായൊരു സമീപനം, ഇനി പൊളിക്കാനുള്ള പള്ളികളുടെ ലിസ്റ്റ് ഓർത്തുകൊണ്ടുള്ള വല്ലാത്തൊരു സങ്കടപ്പെടൽ, അങ്ങനെ ഒരു നിരാശ, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ ഈ സന്ദർഭത്തിൽ പോകാം. ഒരു സമീപനം അതാണ്. മറ്റൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ലെവലിലേക്ക് ചിന്തിച്ചാൽ ആ കാലഘട്ടത്തിൽ ഇത് പൊളിയുന്ന സമയത്ത് BJP വെച്ചൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇത് വെച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷത്തെ എത്രത്തോളം പ്രകോപിപ്പിക്കാൻ സാധിക്കുമോ അത്രയും പ്രകോപിപ്പിച്ച് എന്നിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ പ്രസ്താവനകൾ പോലും പ്രശ്നവൽക്കരിച്ച് അത് വെച്ചുകൊണ്ട് പരമാവധി സമാധാനവാദികളായ ഹൈന്ദവരെ അവരെ പക്ഷത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഭരണത്തിലേറുക എന്നതായിരുന്നു അവരുടെ അജണ്ട. അത് അവർക്ക് സാധിക്കുകയും ചെയ്തു. ഒരു രണ്ടാമത്തെ ടേമാണ് ഭരിച്ച് അവസാനത്തെ 3ാമത്തെ ടേമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞു. ഇപ്പോൾ ഇത് സംഭവിച്ചു. അത് സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി തന്നെ ഇവിടെയുള്ള ന്യൂനപക്ഷം ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൃത്യമായൊരു സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ വിധി എന്ന് പറയുന്നത് എല്ലാവരും വിലയിരുത്തിയതാണെന്ത്, ഒരിക്കലും അതൊരു നീതിയുള്ള വിധിയല്ല. അതായത് അത് തികച്ചും ഒരു മധ്യസ്ഥ തീരുമാനമാണ്. അതുകൊണ്ട് പരമോന്നത സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായതുകൊണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. ആ നീതിപീഠത്തോടുള്ള ബഹുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ആ വിധി എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ മതനിരപേക്ഷ സമൂഹം അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അത് പ്രശ്നവൽക്കരിച്ച് വീണ്ടും ഇവിടെ ഒരു മുറിവുണ്ടാക്കുന്ന സ്വഭാവത്തിലേക്ക് പോകേണ്ടതില്ല എന്ന വളരെ പക്വമായ വിവേകപൂർണമായ നിലപാടാണ് എന്ത് ചെയ്ത് ഇവിടെയുള്ള മതനിരപേക്ഷ സമൂഹം, വിശിഷ്യ മുസ്ലിം സമുദായം അതിനോട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി BJP ഇവർ വെക്കുന്ന രീതിയിൽ പള്ളികളുടെ വിഷയത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ അവരാ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രതികരണമോ സംഗതികളോ കാര്യങ്ങളോ ഇവിടുന്ന് ഉണ്ടാവുകയില്ല. അങ്ങനെ അവരുടെ അജണ്ട അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു പ്രശ്നം കൂടി എന്തുണ്ട് ഇവിടെ നിന്ന് മറുവശമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ BJP വിരുദ്ധ കക്ഷികളോട്, അതായത് മതനിരപേക്ഷ പക്ഷത്തുള്ള കക്ഷികളോട് നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ബാലൻസ് ചെയ്തുള്ള വർത്തമാനം ഇനി അവസാനിപ്പിക്കണം എന്നുള്ളത്. അതായത് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന സംസാരങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നു, അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതി ഉണ്ടല്ലോ. ഇവിടത്തെ ഏത് മതനിരപേക്ഷ കക്ഷികളാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും നമ്മൾ എതിർത്തു പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കുറച്ച് കാലം കൊണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രയാസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്, എന്ത് അവിവേകമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ബാബരി മസ്ജിദിൻ്റെ ഈ വിധി വന്നതിന് ശേഷം ഇത്രയും പക്വമായൊരു നിലപാടെടുത്തൊരു സമൂഹം വേറെ ആരുള്ളത്? ഇത് ഇവർ മുഖവിലേക്ക് എടുക്കണ്ട. ഇപ്പോഴും ആ പണ്ട് പാടിയുന്ന പാട്ട് ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ അത് ഇനി അവസാനിപ്പിക്കണം. ഇവിടെ ബാലൻസ് ചെയ്ത് സംസാരിക്കുന്നത് കാപ്പട്ടിയാണ്. കാരണം ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. നേരത്തെ അങ്ങനെ കുറച്ച് വൈകാരികമായി പ്രതികരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ നിരോധിച്ചങ്ങാണ്ട് ജയിലിൽ കൊണ്ടുപോയിട്ടു. പിന്നെ എവിടുന്നെങ്കിലും വല്ല ഫേസ്ബുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സമൂഹം, ഒരു വലിയ ലോകം, ഒരു വലിയ രാജ്യം എന്നുള്ളതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകളും ഒക്കെ നേരത്തെ എടുത്ത സ്റ്റാൻഡ്, ഇപ്പോൾ എടുത്ത സ്റ്റാൻഡ് എന്താ, ഇപ്പോഴും തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വൈകാരികമായ ഒരു പ്രതികരണം ഏത് കോണിൽ നിന്ന് വന്നാലും ആദ്യം അതിനെതിരിൽ പ്രതികരിക്കാറുള്ളത് മുസ്ലിം നേതൃത്വം തന്നെയാണ്. അവരെ ശരിക്കും അടക്കി ഒതുക്കി ഇരുത്താൻ വേറെ ആരും വരാറില്ല. അത് മുസ്ലിം സമുദായം തന്നെ ആ ഉത്തരവാദിത്തം എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പോഴും എന്താണ് രണ്ട് ഭാഗത്തു നിന്നും വെള്ളത്തിന് തീ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു സമീപനം ആര് പറഞ്ഞാലും ആ ഒരു നെറേറ്റീവ് മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് കോടതിയുടെ നിയമലംഘനം. അത് വളരെ ഗുരുതരമായ വിഷയമായിട്ട് അത് ഇവിടുത്തെ മതനിരപേക്ഷ സമൂഹം കാണും. 1991 ആരാധനാലയ നിയമപ്രകാരം ഇനി ഒരു പള്ളിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവകാശം അത് ഉന്നയിക്കാൻ പാടില്ല എന്ന് കട്ടായം പറഞ്ഞതാണ്. പക്ഷെ അത് പറഞ്ഞിട്ടും ഈ കോടതികളതൊന്നും പരിഗണിക്കാതെ കോടതി വിധി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ആ ഒരു സംഗതി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ മാറ്റത്തെ നമ്മുടെ രാജ്യം വളരെ ഗൗരവപൂർവ്വം എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കണമെന്ന് തന്നെ പറയാനുള്ളത്. പിന്നെ മുസ്ലിം സമുദായത്തോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ സന്ദർഭത്തിൽ ഒരു മുട്ടിലിഴയുന്ന സമീപനം ഒരിക്കലും എടുക്കാൻ പാടില്ല. അതായത് രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം എടുക്കേണ്ട ടൈമല്ല ഇത്. ഇതിൽ നമുക്ക് വിഷമമുണ്ട്, പ്രയാസമുണ്ട്. അതായത് പള്ളി പൊളിച്ച ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനം വന്ന് അതിനെ രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആഘോഷിച്ചു കൊണ്ട് ഉള്ള ഒരു രീതി ഉണ്ടല്ലോ, അതെന്തായിരുന്നാലും
അതിൽ നമുക്ക് വിഷമമുണ്ട് എന്ന് തന്നെ പറഞ്ഞു പോകാൻ ഒരു പ്രയാസം എന്ത് ചെയ്യേണ്ടതില്ല, ഉണ്ടാവേണ്ടതില്ല. കാരണം സുപ്രീം കോടതി വിധി നടപ്പാക്കുകയല്ല അവിടെ ചെയ്തത്. സുപ്രീം കോടതി അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാം, മറ്റിടത്തൊരു പള്ളി ഉണ്ടാക്കാം, അത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അത് ഉണ്ടാക്കിയിട്ട് ചെയ്ത പണി എന്താ, ഇവിടെ മൊത്തം ആഘോഷിച്ചിട്ട് ഒരു വിഭാഗത്തെ വളരെ വലിയ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോയി. ആ ഒരു സ്പിരിറ്റ് ഒരിക്കലും സുപ്രീം കോടതിൻ്റെ വിധിയിലില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ അതിലുള്ളൊരു വിഷമം പറയാതിരിക്കുന്നത് എന്തല്ല ഈ സമയത്ത് ശരിയല്ല. പിന്നെ നിയമത്തിൻ്റെ വഴി തന്നെയാണ്. നിയമം എന്തൊക്കെ ആയിരുന്നാലും നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് പോവുകയാണ് ഈ വിഷയത്തിലൂടെ. ഒട്ടും വൈകാരികമായി പ്രതികരിക്കുന്ന രീതി ഈ സന്ദർഭത്തിലും ഒരു കാരണവശാലും എന്തല്ല നമുക്ക് ഗുണപരമായ ഒരു കാര്യമല്ല. അതങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിന് ശാശ്വതമായ പരിഹാരം. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഗ്യാൻവാബി, ഇനി അടുത്തത് അങ്ങനെ 3000-ഓളം പള്ളികളിൽ ലിസ്റ്റ് ഉണ്ട്, ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പരിഹാരങ്ങളില്ല. ഇതിന് കൃത്യമായ പരിഹാരം ഈ ഭരണം മാറുക എന്നുള്ളതാണ്. ഈ ഭരണം മാറാനുള്ള സംഗതികൾ ഇവിടുത്തെ മതനിരപേക്ഷ സമൂഹം ഈ വിഷയത്തിൽ മാത്രമല്ല ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പദ്ധതികളും പരിപാടികളും ആസൂത്രണങ്ങളിലേക്ക് രാജ്യം മുന്നോട്ട് പോവുക എന്നിടത്തേക്ക് ഊന്നുകയാണ് എന്ത് ചെയ്യേണ്ടത് ഈ സന്ദർഭത്തിൽ പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ വേറൊന്നും എനിക്ക് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ പള്ളികൾ എന്ത് ചെയ്യണം, മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഒരു ആഭ്യന്തര വിഷയമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞു വെച്ചതോടൊപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പള്ളികളുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് വേറെ ആരും ഉറപ്പുവരുത്തില്ല. അതായത് പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അത് ഏകദൈവ വിശ്വാസമാണ് പള്ളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. അതാണ് അവിടെ നടക്കുന്നത് എന്ന് എല്ലാ പള്ളികളിലും, ഇന്ത്യയിൽ മുഴുവൻ പള്ളിയിൽ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? മുസ്ലിം സമുദായത്തിനുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ പല പള്ളികളിലും നമ്മൾ പോയി നോക്കിയാൽ അവിടെ ജാറങ്ങളും ഖബറുകളും അതിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് സ്വീകാര്യതയുള്ളത്. നിസ്കരിക്കാനൊരു വൃത്തിയുള്ള സ്ഥലം പലപ്പോഴും എന്ത് ചെയ്യില്ല, തിരഞ്ഞാൽ കിട്ടൂല. അപ്പോൾ ആ സാഹചര്യത്തെ ഈ സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ അവിടെ ശരിക്കും തൗഹീദിൻ്റെ ശബ്ദം ഉയരുവാനാണ് പള്ളി. ആ ഒരു ആശയത്തെ മുസ്ലിമീങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ പിന്നെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ മുസ്ലിം സമുദായം എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. അതേപോലെ ധൂർത്ത് ഉപേക്ഷിക്കണം, ദുനിയാവിനോടുള്ള ആർത്തി ഉപേക്ഷിക്കണം. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ശത്രുക്കൾക്ക് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒട്ടും ഒരു പേടി ഉണ്ടാവില്ല, അവരെ വേഗം അതിജീവിക്കാൻ കഴിയും. അപ്പോൾ അത് പിന്നെ ഒരു ഹദീസിൽ തന്നെ ആ സംഭവം നമുക്ക് കാണാൻ പറ്റും. അതായത് അവസാന കാലഘട്ടമാകുമ്പോൾ ഭക്ഷണത്തളികയിലേക്ക് കൈകൾ വരുന്നത് പോലെ ശത്രുക്കൾ നിങ്ങളുടെ പിന്നാലെ വരിഞ്ഞു മുറുക്കും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ആ സമയത്ത് ഞങ്ങൾ കൂടുതലാണോ കുറവാണോ ഉണ്ടാകുക? നിങ്ങൾ കൂടുതലുണ്ടാവും, പക്ഷേ നിങ്ങൾ ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കും. ആദർശമോ നിലപാടോ സമീപനമൊന്നും ഇസ്ലാമിക സംസ്കാരം ഒട്ടുമേ നിങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വഹനിട്ട് തരുന്ന ശത്രുക്കളുടെ മനസ്സിൽ എന്തിട്ട് തരും, നിങ്ങളെക്കുറിച്ച് ആ പേടി ഒഴിവാക്കുകയും ചെയ്യും. അവർക്ക് നിങ്ങളെ പറ്റി, മുസ്ലിങ്ങളെ പറ്റിയൊരു പേടി അവർക്ക് ഉണ്ടാവില്ല. ആ വഹനാണ് മുസ്ലിങ്ങളെ മനസ്സിലിട്ട് തരാറ്. അപ്പോൾ എന്താ വഹന് എന്ന് ചോദിച്ചു. ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഈ ദുനിയാവിനോട്, ഇഹലോകത്തോടുള്ള അമിതമായ ഇഷ്ടം, മരണത്തോടുള്ള വെറുപ്പ്, ഇതാണ് നിങ്ങളെ മനസ്സിലുണ്ടാകുക. ഇന്നൊരു പരിധി വരെ നമ്മൾ സമുദായത്തിൽ എന്താ കാണുന്നത് വെച്ചാൽ ധൂർത്ത് വളരെ വലിയ രീതിയിൽ. ഇപ്പോൾ വിവാഹങ്ങളൊക്കെ നടക്കുന്ന രൂപം എന്താ അവസ്ഥ? വിവാഹത്തിനൊക്കെ ലക്ഷങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബ്യൂട്ടി പാർലർ വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്നതുപോലെയാണ് വിവാഹ സദസ്സുകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്ക്, സ്ത്രീധനത്തിൻ്റെ വിഷയത്തിലേക്ക്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് പിന്നെ മരിച്ചുപോയൊരു വ്യക്തിയാണ് എന്ന് പറയുന്നൊരവസ്ഥ, അള്ളാഹുവിൻ്റെ സ്ഥാനം സൃഷ്ടികൾക്ക് പതിച്ചു കൊടുക്കുന്ന അവസ്ഥ. ഈ മേഖലയും മുസ്ലിം കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യണം. അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുക, പിന്നെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അവനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. അല്ലാതെ ഒരിക്കലും എന്തല്ല കുറേ പിന്നെ ന്യൂനപക്ഷം എന്നുള്ളതല്ല പ്രശ്നം, ന്യൂനതയുള്ള പക്ഷമാണ് പ്രശ്നം. എണ്ണം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഉള്ളവർ ക്വാളിറ്റി ഉള്ളവരാകുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ക്ഷമ അവലംബിക്കുക. എന്നാൽ അതോടൊപ്പം ഒരു ബഹുമത സമൂഹം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മതനിരപേക്ഷ കക്ഷികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിയമ പോരാട്ടങ്ങളിലൂടെ, രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ഈ രണ്ടും ഒപ്പം കൊണ്ടുപോയാൽ മാത്രമേ ഇതിലൊരു ശാശ്വതമായ രക്ഷ കിട്ടൂ. തീർച്ചയായും ഈ ഒരു വിഷയം ഇവിടെ എടുക്കുമ്പോൾ മറ്റൊരു പ്രസ്താവന കൂടി കൂട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സാദിഖ് അലി തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വിഷയം, രാമക്ഷേത്രം എന്നത് ഇന്നൊരു ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്, അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിനെപ്പറ്റി പ്രതിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. രാമക്ഷേത്രം, അത് ഉണ്ടാക്കപ്പെടുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഭാഗമാണ്.
എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്താണ് ഇതിലൊരു കമൻറ്റ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ അതിൽ അത് ഏത് നിലക്ക് പറഞ്ഞാലും അതിന് വിമർശകരുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ സാദിഖ് അലി തങ്ങളെ ആ വിഷയത്തിൽ പറഞ്ഞ കാര്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ ന്യായീകരിച്ചു എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ വരും. ഒരു മറുപക്ഷം പറഞ്ഞ് അതിൻ്റെ സംഭവമുണ്ട്. നമുക്കതിൻ്റെ വസ്തുത പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹത്തെ ഈ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ വളരെ വലിയ വിമർശനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾ ഉയർത്തുന്ന എല്ലാവരും അതിൽ സദുദ്ദേശം ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ലൊരു വിഭാഗത്തെ പരിശോധിച്ച് നോക്കിയാൽ 92 കാലഘട്ടത്തിൽ ബാബരി മസ്ജിദ് പൊളിഞ്ഞ സമയത്ത് ഇവിടെ ശിഹാബ് തങ്ങളടക്കമുള്ള ഇവിടുത്തെ മുഖ്യധാര മുസ്ലിം സംഘടനകളുടെ എല്ലാ നേതൃത്വങ്ങളും എടുത്തൊരു സമീപനം ഉണ്ടായിരുന്നു. അതായത് ഒരു വൈകാരികതയോടൊപ്പം മുസ്ലിം സമുദായം നിന്ന് കഴിഞ്ഞപ്പോൾ, യുവാക്കൾ നിന്ന് കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് പോകാൻ പാടില്ല, ഒരു സമാധാനത്തിൻ്റെയും നല്ലൊരു അവസ്ഥയിൽ എന്ത് ചെയ്യണം, ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണമെന്ന നിലക്കുള്ളൊരു ആഹ്വാനം നടത്തിയിരുന്നു. അത് ശരിക്കും കേരളം എന്ത് ചെയ്തു, അംഗീകരിക്കുകയും ചെയ്തു. അതിനോട് എതിർപക്ഷത്ത് നിന്ന ആളുകൾ ആ കാലഘട്ടത്തിലുണ്ട്. അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് എന്നൊരു വിഭാഗം വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നിന്ന് കുറേ ചെറുപ്പക്കാർ കുറച്ച് തീവ്രമായ സ്വഭാവത്തിലേക്ക് പോകുന്ന രൂപമുണ്ടായി. അങ്ങനെ അത് സംഘടനകളായി രൂപം വന്നു, അത് പ്രത്യേക രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളായി വന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായി. അപ്പോൾ അങ്ങനെ പോയിരുന്ന ആ ആളുകൾ അതേ ഒരു ശൈലി ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെപ്പോഴും ഇങ്ങനെ സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാണ്, ഇവർക്കനുസരിച്ച് പറയാണ് എന്നൊക്കെ രീതിയിൽ മൊത്തം ഇങ്ങോട്ട് ടാർണിഷ് ചെയ്ത് സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരോധിയാണ് എന്ന രീതിയിലേക്ക് പറഞ്ഞ് സ്ഥാപിക്കാൻ ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പലരും പ്രയോജനപ്പെടുന്നത്. അതൊട്ടും ശരിയല്ല. കാരണം ആ പ്രസംഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാനെൻ്റെ നിങ്ങളാ പറഞ്ഞ ഭാഗത്തിൻ്റെ അപ്പുറപ്പുറമൊക്കെ ഒന്ന് കേട്ട് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്, പണ്ട് ബാബരി മസ്ജിദ് പൊളിഞ്ഞ സമയത്ത് എന്തൊരു മെസ്സേജാണോ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം നേതൃത്വം കൊടുത്തത്, ആ മെസ്സേജ് ഇപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് നമ്മൾ സമാധാനത്തിൻ്റെ ഒരു രീതിയിൽ തന്നെ ഇനി സന്ദർഭത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് എന്ത്, അവരെ ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കണം. ആരെ? പള്ളി പൊളിച്ച ആളുകളെ ഭീകരവാദി, അത് ഈ പ്രസംഗത്തിലുള്ളതാണ്. ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കണം. അവരവിടെ വിദ്വേഷത്തിൻ്റെ കദീന പൊട്ടിച്ചപ്പോൾ ഇവിടെ സമാധാനത്തിൻ്റെ പൂത്തിരിയാണ് എന്ത് ചെയ്തത്, ഇവിടെ കേരളത്തിലുള്ള മുസ്ലിം സമുദായ നേതൃത്വം സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ തന്നെ അത് പൊളിച്ച ആളുകൾ ഭീകരവാദികളാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ടോട്ടൽ മെസ്സേജ് എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ വിവേകത്തോടു കൂടി അവരുടെ കെണിയിൽ പെടാതെ മുന്നോട്ട് പോകണമെന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ പ്രസംഗത്തിനിടക്ക് വന്ന നേരത്തെ ഷഹബാസ് സംസാരത്തിൽ പറഞ്ഞ ആ വാക്കുകൾ, അതായത് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ട കാര്യം നമുക്കില്ല. അതേപോലെ തന്നെ ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്, നമ്മളതിനെ ഉൾക്കൊള്ളണം. ഈ പദാവലികൾ തങ്ങൾ പുനഃപരിശോധന നടത്തണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാരണം അതങ്ങനെയല്ല, അത് ആ സംസാരത്തിനിടക്ക് അങ്ങനെ വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സംസാരത്തിന് മൊത്തം സ്പിരിറ്റിൻ്റെ ഉൾക്കൊള്ളുന്ന പദാവലികളല്ല അത് അദ്ദേഹം തന്നെ രണ്ടാമതൊന്ന് റിവേഴ്സ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ആ പദങ്ങൾ ഒന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടൊരു ക്ലാരിഫൈ ചെയ്യേണ്ട പദങ്ങളാണ്. ഞാൻ ആ സംസാരത്തിൻ്റെ ടോട്ടൽ എൻ്റെ മെസ്സേജിന് ഇണങ്ങുന്നതല്ല ആ വാക്കുകൾ. കാരണം എന്താ വെച്ചാൽ രാമക്ഷേത്രങ്ങൾ സമൂഹത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നു എന്നതിന് ആരും ഇവിടെ എതിരല്ല. ഇതൊരു പള്ളി പൊളിച്ച സ്ഥലത്ത് അത് ഉണ്ടാക്കി, അത് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് അത് ഉണ്ടാക്കുകയും ചെയ്യും. അതിന് നമുക്ക് എതിർക്കാനും കഴിയില്ല, ശരിയാണത്. പക്ഷേ അത് ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമായി ഇനി തുടരും എന്നൊക്കെ കടത്തി പറഞ്ഞത് എന്തല്ല, അത് നമ്മൾ തിരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ പിൻവലിക്കേണ്ടതാണ്, അതിന് ക്ലാരിറ്റി കൊടുക്കേണ്ടതാണ്. അതിൽ യാതൊരു തർക്കമല്ല. അത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഇത് തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതൊക്കെ ന്യായീകരിക്കുക എന്നുള്ള രീതി തങ്ങൾക്കും ഭാവിയിൽ അപകടം ഉണ്ടാക്കുന്ന സംഗതിയാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആയുസ്സുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്ത് ഒരുപാട് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ എന്തു പറഞ്ഞാലും അതെല്ലാം എല്ലാവരും അംഗീകരിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സംഭവം എന്താ വെച്ചാൽ ഹാഗിയ സോഫിയൻ്റെ വിഷയം. അത് തങ്ങൾ നേതൃത്വത്തിൽ വരുന്നതിന് മുമ്പ് ആണ് അദ്ദേഹം അതിനെക്കുറിച്ച് ലേഖനം ആ സമയത്ത് എഴുതുന്നത്. അതായത് പള്ളിയാക്കി പരിവർത്തിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അത് ഇവിടെ കേരളത്തിൽ എന്ത് ചെയ്തു,
വേറെ രീതിയിൽ ഭയങ്കരമായി പോളറൈസേഷൻ ഉപയോഗിക്കുന്ന രീതി ഉണ്ടാക്കി. ഈ കാസ എന്ന് പറയുന്ന ഒരു പിന്നെ ക്രൈസ്തവ തീവ്രവാദ സംവിധാനങ്ങളൊക്കെ വളർന്നു വരുന്നതിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എത്രയോ മാസങ്ങൾ, ഞാൻ പറഞ്ഞു ഒരു വർഷം തന്നെ പിന്നിട്ട ശേഷമാണ് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ആ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തങ്ങൾ ആ വിഷയം തിരുത്തിയിട്ടുണ്ട്. ഞാനത് അങ്ങനെയല്ല ഉദ്ദേശിച്ച് പ്രത്യേക വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ നേരത്തെ സംസാരിച്ച് വന്ന വിഷയത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പോറലേറ്റ വിഷയങ്ങളാണ് എങ്കിൽ അതിന് ക്ലാരിഫൈ ചെയ്ത ചരിത്രം നേരത്തെ ഉണ്ട്. പക്ഷെ അത് അത്രയും കാലം നീണ്ടപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ വിഷയം ഇനി കുറേ കാലം കഴിഞ്ഞത് ഒരുപാട് പരിക്കുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയ ശേഷം അതിന് റിവേഴ്സ് പോരുന്നതിന് പകരം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി, എൻ്റെ പ്രസംഗത്തിൻ്റെ ടോട്ടൽ മെസ്സേജ് ഉള്ളതാണ്, ആ ഭാഗം പിന്നെ നിങ്ങൾ അതെന്ത് ചെയ്യേണ്ടതില്ല, അതങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം ക്ലോസ് ആയി. അതല്ലാതെ ഈ വിഷയം വെച്ചുകൊണ്ട് തങ്ങളെ മൊത്തം ടാർണിഷ് ചെയ്ത് വേറുള്ളവർ അവരവരുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന പരിപാടി അതും ശരിയല്ല.